കോഴിക്കൊട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ പൊള്ളും, ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ഇത്തിരി ആറിയിട്ട് കുഴച്ചാൽ മതി. കോഴിക്കൊട്ടയുടെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് തേങ്ങ വിളയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. തേങ്ങ വിളയിക്കാനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കുകയാണ്. ശർക്കരയിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർക്കണം. തേങ്ങ ഇതിൽ കിടന്ന് ഒന്ന് വലിഞ്ഞ് വരണം. തേങ്ങയിലെ വെള്ളവും ശർക്കര ഉരുക്കിയിലെ വെള്ളവും ഒക്കെ വറ്റി നല്ല പരുവാവണം. ശർക്കരയും തേങ്ങയും നല്ലോണം യോജിച്ചു, വിളയിച്ചു. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ഏലക്കായ, ഞാൻ പഞ്ചസാര കൂട്ടിയാണ് പൊടിച്ചേക്കണേ, ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കിയാൽ തേങ്ങ വിളയിച്ചത് റെഡിയായി. നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കണതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഇതാണ് സെറ്റപ്പ്. ഇത് നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചതാണ്, തേങ്ങ വിളയിച്ചത്. ഇത് നമ്മൾ ഉരുട്ടി കഴിഞ്ഞിട്ട് വെക്കാൻ പാത്രം റെഡിയാക്കി വെച്ചത്. വാഴയുടെ എല്ലാം ഇട്ടിരിക്കണമെന്ന് മാത്രം ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ. ഇത് വെള്ളം. അപ്പോൾ അതായത് നമ്മൾ ആദ്യം നമ്മുടെ 2 കൈ ഒന്ന് നനച്ചിട്ട് ഒരു ഉണ്ട ഇങ്ങനെ എടുത്ത് ഒന്നും കൂടെ നനച്ച് ഇതാ നടുക്കുന്നത് ഇങ്ങനെ കണ്ട ഇങ്ങനെ വരണം. ആയത്തേലൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. അപ്പം നല്ലൊരു കുഴി വന്നില്ലേ നടുക്ക്. നമുക്ക് തേങ്ങ നല്ല മധുരമുണ്ട്, അപ്പം അതുകൊണ്ട് ഒരുപാട് വേണ്ട. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ തേങ്ങ ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. കണ്ടോ, ഭംഗിയാക്കാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ പിന്നെ ഓരോരുത്തരുടെ കലാവാസന പോലെയൊക്കെ വരും കേട്ടോ. ഇന്ന് ഇങ്ങനെ വെച്ച് ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ കോഴിക്കോട്ട വെന്തിട്ടുണ്ട്, തുറക്കാൻ പോവാണ്. ഇതാ നല്ല ആവി പറക്കണം. കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മുറിച്ചും കൂടെ കാണിക്കാം. കോഴിക്കോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള മയമുള്ള കോഴിക്കോട്ടകൾ റെഡി.